Today, we discuss about the determinants of demand. What are the factors affecting demand? Price of the product. Demand for a commodity depends on its price. As price rises for a normal good, demand falls and vice versa. However, there are exceptions, that is for given goods. As price rises, demand also rises. First point, price of the product ആണ്. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ പ്രൈസിനെയാണ്. നമ്മൾ ഫസ്റ്റ് ഇവിടെ എടുക്കുന്നത് ഒരു നോർമൽ കേസാണ്. ഒരു നോർമൽ ഗുഡിൻ്റെ കേസിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോൾ ചെയ്യും. ഓക്കെ, പ്രൈസ് ഫോൾ ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഇൻ കേസ് ഓഫ് എ നോർമൽ ഗുഡ്. However, there are exceptions. നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞപ്പോൾ എക്സെപ്ഷൻസ് കണ്ടു. ഗിഫൺ ഗുഡ്സ് ആയിരുന്നു അവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ദർ ആർ എക്സെപ്ഷൻസ്, ദാറ്റ് ഈസ് ഫോർ ഗിഫൺ ഗുഡ്സ്. ഗിഫൺ ഗുഡ്സിന്റെ പ്രത്യേകത എന്താണ്? ആസ് പ്രൈസ് റൈസസ് ഡിമാൻഡ് ഓൾസോ റൈസസ്. ഒരു പോസിറ്റീവ് ഡയറക്ഷനിലാണ് പ്രൈസ് ഡിമാൻഡ് റിലേഷൻ. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് ഗുഡ്സ്. The market demand for a commodity is also affected by the changes in the price of related goods. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് ഗുഡ്സ്. The related goods may be the substitute or complementary goods. Related goods സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും ആവാം, അതേസമയം കോംപ്ലിമെൻ്ററി ഗുഡും ആവാം. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്? അതാണ് നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. Two commodities are said to be a substitute for one another if they satisfy the same want of an individual and the change in the price of one commodity affects the demand for another in the same direction. Such as tea and coffee, Pepsi and Coca-Cola are close substitutes for each other. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്താണ്? Two commodities are said to be substitute for one another. എങ്ങനെയാണെങ്കിലാണ് നമ്മൾ ആ ഗുഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയാം? ഇഫ് ദേ സാറ്റിസ്ഫൈ ദ സെയിം വാണ്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽ. എന്താണോ അതിൽ ഒരു പ്രോഡക്റ്റ് നമുക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ഏത് വാണ്ടിനെയാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ സെയിം വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് മറ്റേ കമ്മോഡിറ്റിക്കും സാധിക്കുമെങ്കിൽ നമുക്ക് പറയാം ഒന്നിന് പകരം മറ്റൊന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ദ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് വൺ കമ്മോഡിറ്റി എഫക്ട്സ്. അപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് എഫക്റ്റ് ചെയ്യുന്നത് മറ്റേ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ ആയിരിക്കും. സെയിം ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ റിലേഷൻഷിപ്പ്. ഓക്കെ, നമുക്ക് ടീയും കോഫിയും എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് ആ റിലേഷൻഷിപ്പ് ഒന്ന് പറയാം. അതായത് ടീയുടെ പ്രൈസ് ഹൈ ആണ്. ടീയും കോഫിയും രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ്. രണ്ടും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഒരു നോർമൽ കേസിൽ. അപ്പോൾ അതിൽ ടീ എന്ന് പറയുന്നതിൻ്റെ പ്രൈസ് വളരെ ഹൈ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ടീയുടെ പ്രൈസ് ഹൈ ആണ്. ടീയുടെ പ്രൈസ് ഹൈ ആകുമ്പോൾ ടീയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? ടീയുടെ ഡിമാൻഡ് കുറയ്ക്കും. ഓക്കെ, ടീയുടെ ഡിമാൻഡ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഷിഫ്റ്റ് ആണ് അല്ലേ? ഷിഫ്റ്റ് ചെയ്ത് നമ്മളല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. കോഫി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടീക്ക് പകരമായിട്ട് നമ്മുടെ ഡിമാൻഡ് ടീയിൽ നിന്ന് മാറ്റി കോഫിയിലേക്ക് പോകുന്നു. അതായത് കോഫി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ടീയുടെ പ്രൈസിലാണ് ചേഞ്ച് വന്നത്. ടീയുടെ പ്രൈസാണ് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് കോഫിയുടെ ഡിമാൻഡ് കൂടി. എല്ലാവരും കോഫി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കോഫി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് കോഫിയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അതാണ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് വൺ കമ്മോഡിറ്റി എഫക്ട്സ് ദ ഡിമാൻഡ് ഫോർ അനദർ ഇൻ ദ സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് റിലേറ്റഡ് ഗുഡിൽ നമ്മൾ പറയുന്നത് കോംപ്ലിമെൻ്ററി ഗുഡാണ്. എ കമ്മോഡിറ്റി സെറ്റ് ടു ബി എ കോംപ്ലിമെന്റ് ഫോർ അനദർ ഇഫ് ദ യൂസ് ഓഫ് ടു ഗുഡ്സ് ഗോസ് ടുഗെദർ. ഒരു കമ്മോഡിറ്റി മറ്റൊന്നിന് കോംപ്ലിമെൻ്റ് ആണെന്ന് പറയണമെങ്കിൽ രണ്ട് ഗുഡ്സിൻ്റെയും യൂസ് ഒരുമിച്ചായിരിക്കണം. ഗോസ് ടുഗെദർ, രണ്ടും ഒന്നിന് കോംപ്ലിമെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഗുഡ്സ് ആയിരിക്കണം. സച്ച് ദാറ്റ് ദെയർ ഡിമാൻഡ് ചേഞ്ചസ് സൈമിൾട്ടേനിയസ്ലി. അതിൻ്റെ ഡിമാൻഡും സൈമിൾട്ടേനിയസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ബ്രെഡ് ആൻഡ് ബട്ടർ, കാർ ആൻഡ് പെട്രോൾ, മാട്രസ് ആൻഡ് കോട്ട് എക്സെട്ര ആർ കോംപ്ലിമെൻ്ററി ഗുഡ്സ്. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു.
അതിൽ നമുക്ക് കാർ ആൻഡ് പെട്രോൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാം, എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിളാണ് കാർ ആൻഡ് പെട്രോൾ. കാറിൻ്റെ പ്രൈസ് ഹൈക്ക് ചെയ്യുകയാണെങ്കിൽ, കാറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കാറിൻ്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, കാറിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ ഡിമാൻഡും കുറയും. പെട്രോൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് കാറിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ കാറിൻ്റെ പ്രൈസ് കൂടുതലാവുമ്പോൾ കാറിൻ്റെ ഡിമാൻഡ് കുറയും, അതിനനുസരിച്ച് പെട്രോളിൻ്റെയും ഡിമാൻഡ് കുറയും. ദ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് വൺ കമ്മോഡിറ്റി, ഇപ്പോൾ കാറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്രീസ് ദ ഡിമാൻഡ് ഫോർ അനദർ, പെട്രോളിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നത് പോലെ. ഓക്കെ, അതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. നെക്സ്റ്റ് വൺ, ഇൻകം ഓഫ് ദ കൺസ്യൂമർ. The income is the basic determinant of the quantity demanded of a product as it decides the purchasing power of the consumer. ഒരു കൺസ്യൂമറുടെ പർച്ചേസിംഗ് പവർ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് അയാളുടെ ഇൻകം ആണ്. ഇൻകം നമ്മളിവിടെ പറയുന്നത് ഡിസ്പോസിബിൾ ഇൻകം എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസ്പോസിബിൾ ഇൻകം മീൻസ് പേഴ്സണൽ ഇൻകം മൈനസ് ടാക്സ്. അതായത് ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകത്തിനെയാണ് ഡിസ്പോസിബിൾ ഇൻകം. ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് കൺസംഷന് വേണ്ടിയിട്ടുള്ള ഇൻകം ആണ്. പീപ്പിൾ വിത്ത് ഹയർ ഡിസ്പോസിബിൾ ഇൻകം കൂടുതലാണെങ്കിൽ, ഡിസ്പോസിബിൾ ഇൻകം ഹൈ ആണെങ്കിൽ, ദ സ്പെൻഡ് എ ലാർജ് എമൗണ്ട് ഓഫ് ഇൻകം ഓൺ കൺസ്യൂമർ ഗുഡ്സ് ആസ് കമ്പയർഡ് ടു ലോവർ ഡിസ്പോസിബിൾ ഇൻകം. കൺസ്യൂമേഴ്സ് ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആർ ജനറലി റിലേറ്റഡ് പോസിറ്റീവ്ലി. കൺസ്യൂമറുടെ ഇൻകവും ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെയും റിലേഷൻഷിപ്പ് പോസിറ്റീവ് ഡയറക്ഷൻ റിലേഷൻഷിപ്പാണ്. അതായത് കൺസ്യൂമറുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ഫ്യൂച്ചർ പ്രൈസ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ഫ്യൂച്ചർ പ്രൈസിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ഫ്യൂച്ചർ റൈസ് ഇൻ പ്രൈസും എക്സ്പെക്റ്റേഷൻ ഓഫ് ഫ്യൂച്ചർ ഫാൾ ഇൻ പ്രൈസും രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് ഫ്യൂച്ചർ റൈസ് ഇൻ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ഫ്യൂച്ചറിൽ ഇനിയും പ്രൈസ് റൈസ് ചെയ്യും. ഫ്യൂച്ചറിൽ ഇനിയും പ്രൈസ് റൈസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യാണ്, ഇപ്പം തന്നെ ഇഷ്ടം പോലെ അവർക്ക് ആവശ്യത്തിൽ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി അവർ കാണിക്കുന്നു. ഫ്യൂച്ചർ കൺസംഷന് വേണ്ടി അവർ കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ദ കറന്റ് ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് എക്സ്പെക്റ്റഡ് പ്രൈസ് ഇൻ ഫ്യൂച്ചർ. If future price is expected to rise, its present demand immediately increases because the consumer has a tendency to store it at a low price for his future consumption. If, however, the price of a product is expected to fall, ഇപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യാണ് പ്രൈസ് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, നെക്സ്റ്റ് മന്ത് പ്രൈസ് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ദെൻ ഹി ഹാസ് എ ടെൻഡൻസി ടു പോസ്റ്റ്പോൺ ഇറ്റ്സ് കൺസംഷൻ. ആ കൺസംഷൻ പോസ്റ്റ്പോൺ ചെയ്യും, മാറ്റിവെക്കും. ആൻഡ് ആസ് എ റിസൾട്ട് ദ പ്രസൻറ്റ് ഡിമാൻഡ് വുഡ് ഓൾസോ ഫോൾ. അപ്പോൾ പ്രസൻറ്റ് ഡിമാൻഡ് അവർ ഫോൾ ചെയ്യും, പ്രസൻറ്റ് ഡിമാൻഡ് കുറയ്ക്കും, അവരുടെ ഡിമാൻഡ് എല്ലാം അവർ പോസ്റ്റ്പോൺ ചെയ്ത് ഫ്യൂച്ചറിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യും. Next point, consumers' taste and preference. Consumers' taste and preference play a vital role in determining a demand for a product. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഫിക്സ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട് കൺസ്യൂമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിന്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫൺ ഡിപ്പെൻഡ് ഓൺ എന്തൊക്കെ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ടേസ്റ്റും പ്രിഫറൻസും ചേഞ്ച് ചെയ്യുന്നത്? ലൈഫ് സ്റ്റൈൽ, culture, social customs, hobbies, age and sex of the consumer and the religious sentiments attached to a commodity. ഇതിനനുസരിച്ച് അവരുടെ ടേസ്റ്റും പ്രിഫറൻസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. Okay, the change in any of these factors result in the change in consumers' taste and preference, thereby resulting in either increase or decrease in the demand for product. അപ്പോൾ അതനുസരിച്ച് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു കൾച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ സോഷ്യൽ കസ്റ്റംസ്, ഹോബീസ് അനുസരിച്ച്, ഏജ് അനുസരിച്ചിട്ടൊക്കെ ഡിമാൻഡിൽ വ്യത്യാസമുണ്ട്, അവരുടെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്, പ്രിഫറൻസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഡിമാൻഡിലും ചേഞ്ചസ് ഉണ്ടാവാം. Then advertisement expenditure. Advertisement is done to promote sales of a product. എല്ലാവർക്കും അറിയാം, പ്രമോഷന് വേണ്ടിയിട്ടാണ്, സെയിൽസ് പ്രൊമോഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അഡ്വർടൈസ്മെൻറ്റ്. ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഇൻ 4 ways. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റ്? ഫസ്റ്റ് വൺ, ഇൻഫോമിംഗ് ദ പ്രോസ്പെക്റ്റീവ് കൺസ്യൂമർ അബൌട്ട് ദ അവൈലബിലിറ്റി ഓഫ് എ പ്രോഡക്റ്റ്. അല്ലേ, ഫസ്റ്റ് ടൈം തന്നെ അത് ഇൻഫോം ചെയ്യാണ് പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി.
then by showing its superiority over the competitor's brand. So എത്രത്തോളം മറ്റുള്ള കോമ്പറ്റേറ്റീവ് ബ്രാൻഡുമായിട്ട് സുപ്പീരിയർ ആണ് ഈ പ്രോഡക്റ്റ് എന്നുള്ളതും അഡ്വർടൈസ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് എക്സ്പോസ് ചെയ്യും. Then by influencing the consumer's choice against the rival product, അതായത് മറ്റുള്ളൊരു പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചോയ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. By setting new fashion and changing taste of the consumer, പുതിയ ഫാഷൻസും അതുപോലെ ചേഞ്ചിങ് ടേസ്റ്റ് എന്താണെന്നുള്ളതും കൺസ്യൂമറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അഡ്വർടൈസ്മെൻറ്റ് വളരെ ഹെൽപ്ഫുള്ളാണ്. The demand increases with increase in advertisement expenditure. Advertisement expenditure increase ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡും ഇൻക്രീസ് ചെയ്യും. രണ്ടും പോസിറ്റീവ് ഡയറക്ഷനാണ്. Then demonstration effect. Often the new commodities or new models of an existing product are bought by the rich people. Some people buy goods due to their genuine need for them or have excess purchasing power, while some others do so because they want to exhibit their affluence. Thus, the purchase made by such people arise out of feeling as jealousy, equality in society, competition, social inferiority, status consciousness. The purchases made on account of these factors result in the demonstration effect, also called as bandwagon effect. But demonstration effect also known as bandwagon effect. അതിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ചില ആളുകൾ ഓരോ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് അവരുടെ നീഡ് അനുസരിച്ചിട്ടായിരിക്കും. അവരുടെ നീഡും ഉണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് അതിനുള്ള പർച്ചേസിങ് പവർ ഉണ്ടാവാം. പക്ഷേ മറ്റു ചില ആളുകൾ, അതായത് അവരുടെ ഒരു നൈബേഴ്സ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സൊക്കെയാണ് നമ്മളതിൽ എക്സാമ്പിളായിട്ട് എടുക്കുക. ഇവർ ഈ സെയിം കമോഡിറ്റി തന്നെ പർച്ചേസ് ചെയ്യുന്നത് ആസ് എ പാർട്ട് ഓഫ് ദെയർ ഫീലിംഗ് ഓഫ് ജലസി ഓർ ഇക്വാലിറ്റി ഇൻ സൊസൈറ്റി, അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ വീട്ടിലും ഇല്ലെങ്കിൽ എന്നുള്ളൊരു സോഷ്യൽ ഇൻഫീരിയോറിറ്റി, അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റസ് കോൺഷ്യസ്നെസ്. ഇതൊരു സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെ വീടുകളിലും AC ഉണ്ട്. അപ്പുറത്തെ വീട്ടിൽ, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, റിലേറ്റീവിൻ്റെ വീട്ടിൽ, നൈബറിൻ്റെ വീട്ടിൽ AC ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ എയർ കണ്ടീഷണർ എനിക്കും വേണം. അതൊരു ഫീലിംഗ് ഓഫ് ജലസി ആവാം, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ആവാം, അല്ലെങ്കിൽ നമുക്ക് പറയാം അതിനൊരു സ്റ്റാറ്റസ് കോൺഷ്യസ്നെസ് ആവാം. ഈ ഒരു ഫീലിംഗിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഡിമാൻഡ്. ഈ ഡിമാൻഡിനെയാണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ബാൻഡ് വാഗൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസ്യൂമർ ക്രെഡിറ്റ് ഫെസിലിറ്റി. The availability of credit to the consumer also determine the demand for a product. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റി. കൺസ്യൂമറിന് കൂടുതൽ ക്രെഡിറ്റ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോറോയിങ് കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ അതനുസരിച്ചിട്ട് അവരുടെ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യും. അതേസമയം ബോറോയിങ് കപ്പാസിറ്റി വളരെ ലെസ് ആണെങ്കിൽ അതനുസരിച്ച് അവരുടെ ഡിമാൻഡും ഡിക്രീസ് ചെയ്യും. രണ്ടിൻ്റെയും ഡയറക്ഷൻ ഒരേ ഡയറക്ഷനാണ്, പോസിറ്റീവ് ഡയറക്ഷനാണ്. കൺസ്യൂമറിൻ്റെ ക്രെഡിറ്റ് അവൈലബിലിറ്റി ഹൈ ആണെങ്കിൽ ഡിമാൻഡ് ഹൈ ആയിരിക്കും. ക്രെഡിറ്റ് അവൈലബിലിറ്റി അല്ലെങ്കിൽ ബോറോയിങ് കപ്പാസിറ്റി ലോ ആണെങ്കിൽ അതിനനുസരിച്ച് ഡിമാൻഡും ലോ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി. The population of the country also determine the total domestic demand for a product. അതായത് പോപ്പുലേഷൻ്റെ സൈസ് ഹൈ ആണെങ്കിൽ അതനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും ഹൈ ആയിരിക്കും. പോപ്പുലേഷൻ്റെ സൈസ് ലോ ആണെങ്കിൽ അതനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും ലോ ആയിരിക്കും. രണ്ടും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് ചേഞ്ച്. Then distribution of national income. The national income is one of the basic determinant of the market demand for a product. നാഷണൽ ഇൻകം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നാഷണൽ ഇൻകം ഹൈ ആണെങ്കിൽ അതനുസരിച്ചിട്ട് നോർമൽ ഗുഡിൻ്റെ ഡിമാൻഡും ഹൈ ആയിരിക്കും. ദെൻ ഇക്കണോമിക് കണ്ടീഷൻസ്. ഇക്കണോമിക് കണ്ടീഷൻസിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, ഡിഫറെൻറ്റ് ബിസിനസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇക്കണോമിക് കണ്ടീഷൻസ് നമ്മുടെ ഇക്കോണമിയിൽ പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ നമ്മുടെ ഇക്കോണമി പ്രോസ്പെരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ബൂം ആയിരിക്കാം. ചില സമയത്ത് റിസഷൻ ആയിരിക്കാം, ചില സമയത്ത് ഡിപ്രഷൻ ആയിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ റിക്കവറി സ്റ്റേജ് ആയിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പ്രോസ്പെരിറ്റി സ്റ്റേജ് ആണ്. പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ബൂം പീരീഡ് ആണ്. പ്രോസ്പെരിറ്റി പീരീഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ മണി ഈസ് ഇൻ സർക്കുലേഷൻ. കൂടുതൽ മണി സർക്കുലേഷനിൽ ഉണ്ടാവും. അതനുസരിച്ച് മണി സപ്ലൈ കൂടുതലാണെങ്കിൽ പർച്ചേസിംഗ് പവറും ഹൈ ആയിരിക്കും. പർച്ചേസിംഗ് പവർ ഹൈ ആണെങ്കിൽ ഡിമാൻഡ് ഹൈ ആയിരിക്കും. ഹയർ പ്രൈസിലും ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ഇക്കണോമിക് കണ്ടീഷൻസും വളരെയധികം ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ കുറേ പോയിന്റ്സ് കണ്ടു. ജസ്റ്റ് പോയിന്റ്സ് മാത്രം എന്താണെന്ന് നോക്കാം. പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. അതിൽ 2 ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് പറഞ്ഞത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഇൻകം ഓഫ് ദ കൺസ്യൂമർ, എക്സ്പെക്ടേഷൻ ഓഫ് ഫ്യൂച്ചർ, പ്രൈസ്, ദെൻ കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്, കൺസ്യൂമർ ക്രെഡിറ്റ് ഫെസിലിറ്റി, then population of the country,
distribution of national income, then economic conditions. എല്ലാവർക്കും പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.